ഒരാൾക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? നമ്മുടെയെല്ലാം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഒരാൾ നമ്മളോട് കാണിക്കുന്ന സ്നേഹമോ പെരുമാറ്റമോ കണ്ടിട്ട് നമ്മൾ വിചാരിക്കും അവർക്ക് നമ്മളോട് പ്രണയമാണെന്ന്. ആ ധൈര്യത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു ചൂടുവെപ്പ് നടത്തും. പക്ഷേ തിരികെ ലഭിക്കുന്നത് അപ്രതീക്ഷിതമായ ഒരു അവഗണനയോ നമ്മൾ വെറും സുഹൃത്തുക്കളല്ലേ എന്ന മറുപടിയോ ആയിരിക്കും. ആ നിമിഷം ഭൂമി പിളർന്ന് താഴേക്ക് പോയിരുന്നെങ്കിലെന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകും. ആ നാണക്കേട് വർഷങ്ങളോളം നമ്മുടെ ഉള്ളിൽ കിടന്ന് വേട്ടയാടും. യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത്? നമ്മൾ ആ വ്യക്തിയുടെ പെരുമാറ്റത്തെ തെറ്റായി വ്യാഖ്യാനിച്ചു. അവർ വെറും സൗഹൃദം കാണിച്ചപ്പോൾ നമ്മളത് പ്രണയമാണെന്ന് ഉറപ്പിച്ചു. എന്നാൽ ഇതിന്റെ മറുവശവുമുണ്ട്. ഒരാൾക്ക് നിങ്ങളോട് തീവ്രമായ താൽപ്പര്യമുണ്ടാകും. അവരത് പല രീതിയിൽ പ്രകടിപ്പിക്കുന്നുമുണ്ടാകും. പക്ഷേ അത് തിരിച്ചറിയാൻ കഴിയാതെ നിങ്ങൾ ആ സുവർണാവസരം നഷ്ടപ്പെടുത്തുന്നു. ഒരാളുടെ മനസ്സ് വായിക്കാൻ നിങ്ങൾക്കൊരു സൂപ്പർ പവർ ഉണ്ടെങ്കിൽ എങ്ങനെയിരിക്കും? ഒരാൾ വായ തുറന്ന് എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറയുന്നതിന് മുൻപേ അവരുടെ ശരീരം അത് വിളിച്ചു പറയും. സയൻസ് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷന്റെ 90% നടക്കുന്നത് വാക്കുകളിലൂടെ അല്ല, മറിച്ച് നമ്മുടെ ശരീരഭാഷയിലൂടെയാണ് എന്നാണ്. ബിഹേവിയറൽ സൈക്കോളജിയിലെ ഏറ്റവും പുതിയ പഠനങ്ങൾ ആധാരമാക്കി ഒരാൾക്ക് നിങ്ങളോട് താൽപ്പര്യമുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള 5 രഹസ്യ സൂചനകൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തിത്തരാം. ഈ വീഡിയോയുടെ അവസാനം നിങ്ങളൊരു റൂമിലേക്ക് നടന്നു കയറുമ്പോൾ അവിടെയുള്ളവർക്ക് നിങ്ങളോടുള്ള മനോഭാവം എന്താണെന്ന് ഒരു സ്കാനർ ഉപയോഗിച്ചതെന്ന് പോലെ കൃത്യമായി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അത് നിങ്ങളുടെ കോൺഫിഡൻസ് മറ്റൊരു ലെവലിലെത്തിക്കും. നമ്മുടെ ആദ്യത്തെ പോയിന്റിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങളിൽ പലരും എന്നോട് ചോദിക്കാറുള്ളൊരു കാര്യമുണ്ട്. എങ്ങനെയാണ് ബോഡി ലാംഗ്വേജിലും ഫിസിക്കൽ അപ്പിയറൻസിലും ഇത്രയും മാറ്റം കൊണ്ടുവരുന്നത്? അതിനായി നിങ്ങളെ സഹായിക്കുന്ന ഒരു വലിയ സർപ്രൈസ് ഇന്ന് എനിക്ക് നൽകാനുണ്ട്. സാധാരണഗതിയിൽ 3999 രൂപ വില വരുന്ന ഞങ്ങളുടെ പ്രീമിയം വീഡിയോ കോഴ്സായ അൾട്ടിമേറ്റ് കാലിസ്തനിക്സ് ഗൈഡ് ഇപ്പോൾ നിങ്ങൾക്ക് തികച്ചും സൗജന്യമായി സ്വന്തമാക്കാം. അത്ലറ്റിക് ആയ ഒരു ബോഡി ഷേപ്പും മികച്ച ശാരീരിക ക്ഷമതയും ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള കംപ്ലീറ്റ് ഗൈഡാണിത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നമ്മുടെ ചാനലിലെ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെറും 89 രൂപയുടെ ചാനൽ മെമ്പർഷിപ്പ് എടുക്കുക. കേവലം 89 രൂപയ്ക്ക് ഈ വിലപിടിപ്പുള്ള കോഴ്സ് മാത്രമല്ല നിങ്ങൾക്ക് ലഭിക്കുന്നത്, അതോടൊപ്പം തന്നെ നമ്മുടെ മെമ്പേഴ്സിന് മാത്രമായിട്ടുള്ള സ്പെഷ്യൽ പ്ലേലിസ്റ്റുകളായ ലുക്ക് മാക്സിംഗ്, നിങ്ങളുടെ ലുക്കിലും പേഴ്സണാലിറ്റിയിലും മാറ്റം വരുത്താനുള്ള വിദ്യകൾ; ഡാർക്ക് സൈക്കോളജി, ആളുകളുടെ മനസ്സ് സ്വാധീനിക്കാനും നിയന്ത്രിക്കാനുമുള്ള രഹസ്യങ്ങൾ; ഡേറ്റിംഗ് സൈക്കോളജി, റിലേഷൻഷിപ്പുകളിൽ എങ്ങനെ വിജയിക്കാമെന്നതിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവുകൾ. ഇതെല്ലാം ആ 89 രൂപയുടെ മെമ്പർഷിപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ആ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ ആരംഭിക്കൂ. സൈക്കോളജിക്കൽ സിഗ്നൽസ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഒരാൾക്ക് നിങ്ങളോട് താൽപ്പര്യമുണ്ടോ എന്ന് ഉറപ്പിക്കാൻ സഹായിക്കുന്ന ആ 5 കാര്യങ്ങൾ ഇവയാണ്. 1. ഐബ്രോ ഫ്ലാഷ്, ദി ഇൻവോളണ്ടറി ബ്രൗ റേസ്. നമ്മുടെ തലച്ചോറിലെ ലിംബിക് സിസ്റ്റമാണ് വികാരങ്ങളെ നിയന്ത്രിക്കുന്നത്. നമുക്ക് പ്രിയപ്പെട്ട ഒരാളെ അപ്രതീക്ഷിതമായി കാണുമ്പോൾ ആ വികാരം സെക്കൻഡുകൾക്കുള്ളിൽ നമ്മുടെ മുഖത്ത് പ്രതിഫലിക്കും. ഇതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പുരികങ്ങൾ പെട്ടെന്നുയർന്നു താഴുന്നത്. നിങ്ങൾ ഒരാൾ ഇരിക്കുന്ന മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ അവരുടെ കണ്ണുകൾ നിങ്ങളിൽ ഉടയ്ക്കുന്ന ആ ആദ്യത്തെ അര സെക്കൻഡ് നിരീക്ഷിക്കുക. ബോധപൂർവം ചിരിക്കുന്നതിനോ ഹലോ പറയുന്നതിനോ മുൻപായി അവരുടെ പുരികങ്ങളൊന്ന് ഉയർന്നു താഴുന്നുണ്ടെങ്കിൽ അതവരുടെ തലച്ചോറ് നൽകുന്ന പോസിറ്റീവ് സിഗ്നലാണ്. ഇത് അനുകരിക്കാനോ മറിച്ചുവെക്കാനോ ആർക്കും കഴിയില്ല. നിങ്ങൾ ആ മുറിയിലുള്ളത് അവരെ സന്തോഷിപ്പിക്കുന്നു എന്നതിന്റെ പച്ചയായ തെളിവാണത്. പാദങ്ങളുടെ ദിശ, ദ ഓണസ്റ്റ് ഫീറ്റ്. മുഖത്തെ ഭാവങ്ങൾ നിയന്ത്രിക്കാൻ നമ്മൾ കുട്ടിക്കാലം മുതലേ പഠിക്കുന്നുണ്ട്. സങ്കടമുണ്ടെങ്കിലും നമ്മൾ ചിരിക്കും, ദേഷ്യമുണ്ടെങ്കിലും ശാന്തത അഭിനയിക്കും. അതുകൊണ്ടുതന്നെ മുഖം നോക്കി ഒരാളെ വിലയിരുത്തുന്നത് എപ്പോഴും ശരിയാകണമെന്നില്ല. എന്നാൽ പാദങ്ങളുടെ കാര്യം അങ്ങനെയല്ല. ഒരു ഗ്രൂപ്പ് സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ ആ വ്യക്തി സംസാരിക്കുന്നത് മറ്റൊരാളോടാണെങ്കിൽ പോലും അവരുടെ പാദങ്ങളുടെ വിരലുകൾ നിങ്ങളുടെ നേരെയാണോ ഇരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. നാം എന്തിനെയാണോ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ എങ്ങോട്ടാണോ പോകാൻ ആഗ്രഹിക്കുന്നത് അങ്ങോട്ടായിരിക്കും നമ്മുടെ പാദങ്ങൾ തിരിഞ്ഞിരിക്കുക. അവർ നിങ്ങളിലേക്ക് ആകൃഷ്ടനാണെങ്കിൽ അവരുടെ ശരീരം ഒരു കോമ്പസ് പോലെ നിങ്ങളുടെ നേരെ തിരിഞ്ഞു നിൽക്കും. 3. മിററിംഗ്, നിങ്ങളുടെ നിഴലായി മാറുന്നവർ. നിങ്ങൾ സംസാരിക്കുമ്പോൾ കൈകെട്ടിയിരുന്നാൽ തൊട്ടുപിന്നാലെ അവരും കൈകെട്ടിയിരിക്കുന്നുണ്ടോ? നിങ്ങൾ ഗ്ലാസ്സിലെ വെള്ളം കുടിക്കുമ്പോൾ അവരും കുടിക്കുന്നുണ്ടോ? ഇതിനെയാണ് മിററിംഗ് എന്ന് വിളിക്കുന്നത്. നമുക്കൊരാളോട് വല്ലാത്തൊരു സിങ്ക് തോന്നുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ അവരുടെ ചലനങ്ങളെ അനുകരിക്കും. ഇതൊരു സബ് കോൺഷ്യസ് പരിപാടിയാണ്. ഞാൻ നിന്നെപ്പോലെയാണ്, എനിക്ക് നിന്നെ വിശ്വാസമാണ് എന്ന തലച്ചോർ കൈമാറുന്ന സന്ദേശമാണിത്. ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാനായി
സംസാരത്തിനിടയിൽ നിങ്ങളൊന്ന് പോസ്ചർ ഒന്ന് മാറ്റി നോക്കുക. അല്പസമയത്തിനുള്ളിൽ അവരും അതേ രീതിയിലേക്ക് മാറുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, അവർ നിങ്ങളുമായി മാനസികമായി വല്ലാതെ കണക്റ്റഡാണ്. ചെറിയ കാര്യങ്ങളുടെ ഓർമ്മ പുതുക്കൽ, ദ മെമ്മറി അപ്ഗ്രേഡ്. സാധാരണയായി മനുഷ്യർ തങ്ങൾക്ക് താൽപ്പര്യമില്ലാത്ത കാര്യങ്ങൾ പെട്ടെന്ന് മറന്നുപോകും. എന്നാൽ ഒരാൾക്ക് നിങ്ങളോട് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കും അവർക്ക് പ്രധാനപ്പെട്ടതാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കും അവർക്ക് നല്ല ഓർമ്മശക്തി ഉള്ളതുകൊണ്ടാണെന്ന്. പക്ഷെ അതല്ല സത്യം. ഇഷ്ടമുള്ള ഒരാളെക്കുറിച്ച് കേൾക്കുന്ന കാര്യങ്ങൾ തലച്ചോറിലെ ഹിപ്പോകാമ്പസ് കൂടുതൽ വ്യക്തതയോടെ സേവ് ചെയ്തു വയ്ക്കും. നിങ്ങൾ എന്നോ ഒരിക്കൽ പറഞ്ഞ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട നിറമോ നിങ്ങളുടെ ചെറുപ്പത്തിലെ ഒരു ചെറിയ കഥയോ അവർ ഓർത്തെടുത്ത് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവരുടെ ജീവിതത്തിൽ നിങ്ങൾ അത്രമേൽ പ്രധാനപ്പെട്ട ഒരാളാണ് എന്നാണ്. 5. പ്രോക്സിമിറ്റി ആൻഡ് ഹാപ്റ്റിക്സ്, ടച്ച് ആൻഡ് ക്ലോസ്നെസ്. നമ്മൾ ഇഷ്ടപ്പെടാത്ത ഒരാൾ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ അല്പം പുറകോട്ട് മാറും. അതിനെയാണ് പേഴ്സണൽ സ്പേസ് എന്ന് വിളിക്കുന്നത്. എന്നാൽ ഒരാൾക്ക് നിങ്ങളോട് താൽപ്പര്യമുണ്ടെങ്കിൽ അവർ ആ സ്പേസ് കുറയ്ക്കാൻ ശ്രമിക്കും. സംസാരത്തിനിടയിൽ തോളിലോ കൈയിലോ ചെറിയ രീതിയിൽ സ്പർശിക്കുക, ചിരിക്കുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് ചായുക തുടങ്ങിയവ ഇതിന്റെ ഭാഗമാണ്. ഇതിനെ സൈക്കോളജിയിൽ ഹാപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നു. ഇത്തരം സ്പർശനങ്ങൾ വളരെ നാച്ചുറലായിട്ടാണ് സംഭവിക്കുന്നതെങ്കിൽ അവർ നിങ്ങളുമായി കൂടുതൽ അടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നതിന്റെ സൂചനയാണത്. എത്തിക്കൽ ഡിസ്ക്ലെയിമർ. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കാനുള്ളത്, ഈ ലക്ഷണങ്ങളെല്ലാം വളരെ സൂക്ഷ്മമായി വേണം വിലയിരുത്താൻ. ഒരാൾ നിങ്ങളെ ഒന്ന് സ്പർശിച്ചു എന്നതുകൊണ്ട് മാത്രം അവർക്ക് പ്രണയമാണെന്ന് കരുതരുത്. മുകളിൽ പറഞ്ഞ 3 കാര്യങ്ങളിൽ ബഹുഭാഗവും ഒരാളിൽ ആവർത്തിച്ച് കാണുന്നുണ്ടെങ്കിൽ മാത്രമേ അതൊരു സൈക്കോളജിക്കൽ പാറ്റേണായി കണക്കാക്കാൻ കഴിയൂ. എപ്പോഴും മറ്റൊരാളുടെ പേഴ്സണൽ സ്പേസിനെ ബഹുമാനിക്കുക. ഒരാളുടെ ശരീരഭാഷയിൽ നിന്ന് അവർക്ക് താൽപ്പര്യമില്ല എന്ന് തോന്നിയാൽ മാന്യമായി പിന്മാറുന്നതാണ് ഒരു യഥാർത്ഥ വ്യക്തിത്വത്തിന് ചേരുന്നത്. ഈ അറിവുകൾ മറ്റുള്ളവരെ ചതിക്കാനോ മാനിപ്പുലേറ്റ് ചെയ്യാനോ ഉപയോഗിക്കരുത്. മറിച്ച് ആരോഗ്യകരമായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാൻ ഉപയോഗിക്കുക. ബാഹ്യമായ മാറ്റങ്ങൾ വരുന്നതിനു മുൻപ് നിങ്ങളുടെ ചിന്താഗതിയിലാണ് മാറ്റം വരേണ്ടത്. ഒരാൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള ഈ അറിവ് നിങ്ങൾക്ക് നൽകുന്നത് ഒരുതരം ശാക്തീകരണമാണ്. ഇനി മുതൽ നിങ്ങൾ എവിടെ പോയാലും പതറാതെ ആളുകളുടെ മനസ്സ് മനസ്സിലാക്കി പെരുമാറാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്കൊരു പുതിയ കാഴ്ചപ്പാട് നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള സൈക്കോളജി രഹസ്യങ്ങൾ ഇനിയും അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം സിഗ്നലുകൾ തന്നിട്ടുള്ള ആരെങ്കിലുമുണ്ടോ? ആ അനുഭവം താഴെ കമന്റായി രേഖപ്പെടുത്തൂ. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ ചാനലിലെ 500-ലധികം വരുന്ന മെമ്പേഴ്സിന്റെ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്കും ഇപ്പോൾ ജോയിൻ ചെയ്യാം. വെറും 89 രൂപയ്ക്ക് ചാനൽ മെമ്പർഷിപ്പ് എടുക്കുന്നതിലൂടെ 3999 രൂപയുടെ അൾട്ടിമേറ്റ് കാലിസ്തനിക്സ് കോഴ്സും അതോടൊപ്പം ലുക്ക് മാക്സിംഗ് ഡാർക്ക് സൈക്കോളജി പ്ലേലിസ്റ്റുകളും നിങ്ങൾക്ക് ലഭിക്കും. ഈ ഓഫർ മിസ് ചെയ്യരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.